ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കേരളത്തിലുള്ള മതസംവിധാനങ്ങൾ, അത് പൗരോഹിത്യ മതങ്ങളാണേലും പിന്നെ പന്തക്കോസ് സംവിധാനങ്ങളാണേലും ബൈബിൾ അടിസ്ഥാനമായി കൊണ്ടു നടക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഇത് വലിയ വിപത്തിൽ കലാശിക്കും, വലിയ വിപത്ത് വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്താ പറയുന്നതെന്ന് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. ലൂക്കാ സുവിശേഷം 23-ാം അധ്യായത്തിൽ അതിൻ്റെ 27, 28 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളടക്കം ഒരു വലിയ പുരുഷാരം അദ്ദേഹത്തെ പിന്തുടർന്നു. യേശു തിരിഞ്ഞവരോട്, ജെറുസലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന് പറഞ്ഞു. അതായത് കർത്താവിനെ കാൽവരി കുരിശിലേക്ക് കൊണ്ടുപോകുന്നതിന് ആ സാഹചര്യത്തിൽ അതിനെ പിന്തുടർന്നിട്ട് വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളടക്കം വലിയ പുരുഷാരം എന്ന് പറഞ്ഞാൽ വലിയൊരു ജനസമൂഹം. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൂടുതൽ അന്നും അവിടെയും ഉള്ളത് സ്ത്രീകളാണ്. ഈ ജനസമൂഹത്തിൻ്റെ പ്രതിനിധി യഥാർത്ഥത്തിൽ ഉള്ളവനെ യേശു ഇതിനു മുമ്പൊന്ന് ശാസിക്കുകയും ചെയ്തിരുന്നു. അത് മത്തായി സുവിശേഷത്തിനകത്ത് നമ്മൾ 16-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ മുതൽ യേശു താൻ ജെറുസലേമിലേക്ക് പോകേണ്ടതാണെന്നും മൂപ്പന്മാർ, മുഖ്യപുരോഹിതന്മാർ, വേദജ്ഞർ എന്നിവരാൽ കഷ്ടം സഹിച്ചു കൊല്ലപ്പെടേണ്ടതാണെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു, കർത്താവേ, അതൊരിക്കലും പാടില്ല, അങ്ങേക്ക് അതൊരു നാൾ സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എൻ്റെ പുറകിൽ പോകുക, നീ എനിക്കൊരു പ്രതിബന്ധമാണ്. നീ ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല, മനുഷ്യരുടെ കാര്യങ്ങളത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ ശാസിച്ചത് സാത്താനെ ആണെങ്കിലും സാത്താൻ വാഹകനായ അഭിപ്രായങ്ങൾ പറഞ്ഞ ശിഷ്യനായ പത്രോസിനെയാണ് അവിടെ ദൈവം ശാസിക്കുന്നത്. ഇവിടെ സത്യത്തിൽ യേശു തിരിഞ്ഞ് സാത്താനെ ശാസിച്ചതുപോലെ യേശു ഇവിടെ ജെറുസലേം പുത്രിമാരോട് പറയുക, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചൊരു വെളിവുണ്ടായിരുന്നെങ്കിൽ, ഒരു വെളിപ്പാടുണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ കടന്നത് കരയലായിരുന്നു. സ്ത്രീകൾ ഇങ്ങനെ കരഞ്ഞതിൻ്റെ കാരണം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അവർക്കൊരു ബോധമില്ലാഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരഞ്ഞോ, എന്നെ ചൊല്ലി കരയണ്ട. ഇനി ഇത് നമ്മൾ മുന്നോട്ട് നോക്കിയാൽ മത്തായി സുവിശേഷത്തിൽ തന്നെ ജനത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കും. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അതിൻ്റെ 21, 22 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഈ 2 പേരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ദേശാധിപതി ചോദിച്ചു. ബറാബാസിനെ അവർ മറുപടി നൽകി. അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? പിലാത്തോസ് ചോദിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. അവനെ ക്രൂശിക്കുക എന്ന് എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. അതിൻ്റെ 23, 24 വാക്യം പറയുന്നത്, എന്തിന്, അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? പിലാത്തോസ് ചോദിച്ചു. എന്നാൽ അവർ അത്യുച്ചത്തിൽ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചു. അപ്പോൾ നമുക്കിതിനകത്ത് മനസ്സിലാകുന്ന, താഴോട്ട് വായിക്കുമ്പോൾ, തനിക്കൊന്നും സാധിക്കുന്നില്ല, ആരവം പെരുകുന്നതേ ഉള്ളൂ എന്ന് കണ്ടിട്ട് പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ കൈ കഴുകി, ഈ മനുഷ്യൻ്റെ രക്തം സംബന്ധിച്ച് ഞാൻ നിർദോഷിയാണ്, ഇതിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ എന്ന് പീലാത്തോസ് പറഞ്ഞു. അപ്പോൾ ജനം പറഞ്ഞു, അത് 25-ാമത്തെ വാക്യമാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അവരെല്ലാവരും ഉത്തരം പറഞ്ഞു. അതായത് 2 കൂട്ടം ജനങ്ങളാണുള്ളത്. ഒന്ന്, ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന ഭക്തരായ ഒരു സംഘം ആളുകൾ. 2, ദൈവപുത്രനോട് അസൂയ മൂത്ത ഒരു സംഘം. ഇപ്പോൾ കേരളത്തിൽ ഇത് തന്നെയാണ് ഉള്ളത്. ഇങ്ങനത്തെ 2 വിഭാഗം ജനമാണ് ഉള്ളത്. അപൂർവം ഒരു വിഭാഗം ജനം മാത്രമേ ഉള്ളൂ യഥാർത്ഥ വിശ്വാസത്തിലുള്ളത്.
ദൈവപദ്ധതിക്കെതിരെ നിൽക്കുന്ന ഭക്തരായ ഒരു സംഘം. അനേകരിന്ന്, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഇന്ന് ആ സൈസിലാണ്. ദൈവപുത്രനോട് അസൂയ മൂത്ത ഒരു സംഘമുണ്ട്. എനിക്ക് തോന്നുന്നു അത് വളരെ കുറവായിരിക്കും. അന്നുണ്ടായിരുന്നു. അന്നത്തെ പുരോഹിത വൃന്ദം, ന്യായശാസ്ത്രിമാർ, പരീശന്മാരെല്ലാം ദൈവപുത്രനോട് എതിരായിരുന്നു. ഈ ദൈവപുത്രൻ ആരായിരുന്നു എന്ന് നമ്മൾ ശരിക്കും യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ദൈവവചനമാണ്. അപ്പം ദൈവവചനത്തോട് അസൂയ മൂത്ത ഒരു സംഘം ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിഭാഗമുണ്ട്. മൂന്നാമത്തെ ഒരു ചെറിയ വിഭാഗം ജനമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതിക്കകത്ത്, ദൈവിക പദ്ധതിക്കനുസരിച്ച് നിൽക്കുന്നത്. യേശു ഭൂമി വന്നത് തന്നെ കാൽവരി കുരിശിൽ മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്ത്, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച്, സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാനാണ് എന്നുള്ള ബോധം സത്യത്തിൽ പത്രോസിന് പോലും അന്നേരം മനസ്സിലായില്ലെന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ഈ ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് യേശുവിനെ പിന്തുടർന്ന്, അവൻ ആ കാൽവരിയിലേക്ക്, ദൈവ പദ്ധതിയിലേക്ക് പോകുമ്പോൾ അവനെ പിന്തുടർന്ന് അലമുറയിട്ട് വിലപിക്കുന്നത്. പക്ഷേ ഈ അലമുറയും വിലാപവും ദൈവ പദ്ധതിക്കെതിരാണ്, ദൈവ പദ്ധതിക്കെതിരാണ്. അന്ന് കർത്താവ് പുരുഷാരത്തിനോട്, അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ജനക്കൂട്ടത്തിൽ നിന്ന സ്ത്രീകളോട് പറഞ്ഞു, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഞാൻ ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദൈവസഭകളിലുള്ള വ്യക്തികളോടും, പ്രത്യേകിച്ച് കുരവത്തൊഴിലാളികളായ സ്ത്രീകളോടും സഹോദരങ്ങളോടും ഒക്കെ പറയട്ടെ, നിങ്ങളാണ് ഈ കേരളത്തിലെ സകല ദുരുപദേശകരെയും വളർത്തുന്നത്. നിങ്ങൾ പോയിരുന്ന് കേൾക്കാനും ഏല വെച്ച് കൊടുക്കാനും നിൽക്കുന്നത് കൊണ്ടാണ് ഇവരിതുപോലെ ശക്തരാകുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തത് പോലും മനസ്സിലാകാത്തത് നിങ്ങൾക്കാണ്. ദൈവത്തിൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചപ്പോഴും അതിൻ്റെ വീഡിയോ കേൾപ്പിക്കുമ്പോൾ അവിടെ കിടന്ന് കൂടുതലും കൈയടിക്കുന്നതും ബഹളം വെക്കുന്നതും കൂടുതലും കുരവത്തൊഴിലാളികളായ സ്ത്രീകളാണ്. നിങ്ങൾക്കതിന് മനസ്സിലാകാത്തത്. പിന്നെ ഈ ചീറ്റിപ്പോയ കള്ളപ്രവചനങ്ങൾ മുഴുവൻ മൂടി വയ്ക്കുന്നത് ഇങ്ങനത്തെ സ്ത്രീകളാണ്. എന്ത് കള്ളപ്രവചനങ്ങളാണ് ദൈവസഭയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്നും പറയുന്നത്? ഈ കള്ളപ്രവചനങ്ങൾ മുഴുവൻ മൂടി വെക്കുന്നത് ഇതുപോലെയുള്ള ആളുകളാണ്. ഇനി ഇല്ലാത്ത ശുശ്രൂഷ തങ്ങളുടെ നേതാവിനുണ്ടെന്നും പറഞ്ഞ് നടക്കുന്നത് ഇവരാ. ഇല്ലാത്ത ശുശ്രൂഷ തങ്ങളുടെ നേതാവിനുണ്ടെന്നും പറഞ്ഞ് നടക്കുന്നത് ഇവരാ. ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേശകൻ, വിവിധ വരങ്ങൾ പലർക്കെന്ന് പറയുമ്പം ഇതെല്ലാം ഞങ്ങളുടെ നേതാവിനുണ്ടെന്നും പറഞ്ഞ് നടക്കുന്നത് സത്യത്തിൽ ഈ ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന ഭക്തരായ ഒരു സംഘം ആളുകളാണ്. ഇങ്ങനെയുള്ളവർ, ഞാൻ സഹോദരിമാരോട് അങ്ങനെ പ്രത്യേകിച്ച് പറയട്ടെ, ഈ ദൈവവചനം വളച്ചൊടിച്ച്, അല്ലെങ്കിൽ ദൈവവചനത്തെ വളച്ചൊടിക്കുന്നവരാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. അന്നും അതെ, ഇന്നും അതെ. യേശുവിനെ ഇന്നും ഈ ക്രൂശിക്കുന്ന, അന്ന് അലമുറ എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനെ കൊരവേന്നേ പറയാൻ പറ്റുള്ളൂ. ഈ കൊരവകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവസഭയിൽ ഈ കള്ളനാണയങ്ങളെല്ലാം വളർന്നു വരാൻ ഇടയായതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിനകത്ത് ഒരു കള്ളനെയും യേശുവിനെയും കൂടെ നിർത്തിയിട്ട് ഇവരിൽ ആരെ വേണം എന്ന് ചോദിക്കുമ്പോൾ അന്ന് ജനം പറഞ്ഞ് ഞങ്ങൾക്ക് ബറാബാസിനെ മതിയെന്ന്, കള്ളനായ ബറാബാസിനെ മതി. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് ന്യായാധിപന്മാർ പറഞ്ഞപ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മക്കളുടെയും തലമേൽ വരട്ടെ. പിന്നീട് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, യഹൂദ ജനം ചെതറിക്കപ്പെട്ട് ജർമ്മനിയിലൊക്കെ ചെന്ന് നാസി തടവറകളിൽ അവരനുഭവിച്ച കൊടിയ പീഡനങ്ങൾ, രക്തം അവരുടെയും മക്കളുടെയും തലമുറ വീണല്ലോ. അതുകൊണ്ട് ഈ കുരവത്തൊഴിലാളികളോട് പറയട്ടെ, നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നില്ലെങ്കിൽ, ലൂക്ക 23:28 പറയുന്നത് പോലെ, യെരുസലേം പുത്രിമാരെ, നിങ്ങൾ വചനത്തെ ചൊല്ലിയോ കർത്താവിനെ ചൊല്ലിയോ ഒന്നും കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ, കാരണം ഇതുങ്ങളെല്ലാം പ്രവാസത്തിലേക്ക് പോകും എന്നത് അത് അവസാനം വലിയ വിപത്തായിട്ട് മാറി വരും. എന്ന് പറഞ്ഞാൽ ഈ മക്കളെല്ലാം പ്രവാസത്തിലേക്ക് പോയാൽ
നാട്ടിൽ കുറേ വയസ്സന്മാർ മാത്രമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇത് മാറും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ പദ്ധതിക്കെതിരെ നിൽക്കുന്ന അന്ധരായ ഒരു സംഘം ഭക്തരായി മാറാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സംഘം വിശുദ്ധരായി മാറുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് വിടിവിക്കുന്ന കൃപയ്ക്കായി നന്ദി, ബോധം കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.